എടോ, നമ്മൾ ഈ ചില റെസിപ്പികൾ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി വീട്ടിൽ കൊടുക്കുമ്പോഴേ അവർ കഴിച്ചിട്ട് അതിന് നല്ലൊരു അഭിപ്രായം പറയുമ്പോഴേ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു സന്തോഷമുള്ള റെസിപ്പി ആട്ടോ ഇത്. ഞാനിത് ഉണ്ടാക്കി, അത് നെയ്ച്ചോറിൻ്റെ കൂടെ ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും ഇഷ്ടമായി, പെട്ടെന്ന് കാലിയാവുകയും ചെയ്തു. അപ്പം എന്നാ പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കരുതി. എന്നാൽ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് താമസം എടുക്കും, പക്ഷെ നല്ല ടേസ്റ്റിലാട്ടോ ഈ കറി കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓളതരം മറക്കാതെ അമർത്തിയേക്കണേ. ഇത് ഉണ്ടാക്കാനേ ഞാനിവിടെ കുറച്ച് ചിക്കൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ആക്കാൻ വെക്കണം. അപ്പൊ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തോളൂ കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ ദാണ്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അല്പം കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന സവാള മൊത്തം നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു 3 സവാള ഞാൻ എടുത്ത് ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. എടുത്ത് ഇതുപോലെ അത്യാവശ്യം കനം കുറച്ച് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ. ഞാൻ അരിഞ്ഞപ്പോൾ അല്പം കനം കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ചെറുതായിട്ട് വേറെ കളറൊക്കെ കാണുന്നതെന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാനങ്ങ് വിട്ടുപോയതാണ്. ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളി അല്ലിയും ചെറിയ 2-3 പീസ് ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ഒരു 6-7 കാഷ്നട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. ഒന്ന് റോസ്റ്റ് ചെയ്താണ് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഈ പാനിൽ നിന്ന് എടുത്ത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോ ഞാൻ എല്ലാം ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ ചിക്കൻ പീസ് എല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചു കൊടുക്കാം. വെച്ചിട്ട് ഈ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരുപാട് കളർ മാറുന്ന രീതിയിലൊന്നും ഫ്രൈ ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതിയാവും കേട്ടോ. ഈ ചിക്കൻ കറി വെക്കുമ്പോഴേ ഈ ചിക്കനൊക്കെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോഴേ ഈ ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ സവാള ഫ്രൈ ആക്കിയിട്ട് കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കറിക്ക്. അപ്പൊ ഇതുപോലെ ഇളക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ ഇത് അവിടെ ഇരുന്നൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോഴേക്കും നമ്മുടെ സവാളയുടെ മിക്സ് ഒക്കെ ഒന്ന് തണുത്തിട്ടുണ്ടാവും. നമുക്കതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ദാണ്ട ഞാനൊന്ന് ഇട്ടിട്ടുണ്ട് എല്ലാം. അതിനകത്തോട്ട് ഞാൻ ഒരു 2-3-4 പച്ചമുളകും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ദാണ്ട നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി എടുത്ത് ഒന്ന് പ്യൂരി ആക്കിയതാട്ടോ. മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തതാണ്. അതങ്ങോട്ട് ചേർത്ത് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്നത് വരെയും മിക്സ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയാൽ മതിയാവും. ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ ആ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഈ കറി ഇങ്ങനെ ഇളക്കുമ്പോഴൊക്കെ നല്ലൊരു മണമാട്ടോ വരുന്നത്. ഈ കറിക്ക് ഒരു പ്രത്യേക മണവും, നമുക്ക് ഈ മണമൊക്കെ അടിക്കുമ്പോഴേ കഴിക്കാൻ തോന്നുന്ന ഒരു മണമാട്ടോ ഇതിന്. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഒരു പ്രത്യേക കളറും മണവും ഒക്കെ ആട്ടോ ഇതിന്. ഉറപ്പായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. പിന്നെ ഇത് നെയ്ച്ചോറിന്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അത് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും കഴിയൂട്ടോ. ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് വെന്തോട്ടെ.
ഇപ്പോൾ ദാണ്ട് ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ദാണ്ട കറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനലി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് കുറച്ച് ഉണക്കമുന്തിരി. അതും കൂടെ ചേർക്കുമ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനെ ഈ ചിക്കൻ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഈ ഉണക്കമുന്തിരി കടിക്കുമ്പോഴേ അതിൻ്റെ ചെറിയൊരു മധുരമൊക്കെ ആയിട്ട് നല്ലൊരു രുചിയായിരിക്കും. അപ്പം നിങ്ങൾ ചിക്കൻ കറി ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്ക്. ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുത്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതങ്ങ് സെർവ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണ്. അപ്പം ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.